പാലക്കാട് ഡോക്ടർ പി സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെയും സി ദിവാകരൻ്റെയും നിലപാട് മുതിർന്ന CPI നേതാവ് കെ ഇസ്മയിൽ തള്ളിക്കളഞ്ഞു. ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കാൻ കഴിയുന്ന മികച്ച സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ സരിൻ എന്ന കെ ഇസ്മയിൽ 24നോട്. ഡോക്ടർ സരിനെ മികച്ച അവസരങ്ങൾ നൽകി CPIയും കൂടെ നിർത്തുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും കെ ഇസ്മയിൽ. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രീ കെ ഇസ്മയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുണ്ടായെന്ന് CPI ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമുതൽ സത്യത്തിൽ മുന്നണിക്ക് പിഴവുണ്ടായോ? സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുണ്ടായി എന്ന് CPM പറഞ്ഞിട്ടില്ല, CPI പറഞ്ഞിട്ടില്ല. അതൊക്കെ ചില സാന്ദർഭികമായി ചില വ്യക്തികളാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുന്നല്ലാതെ പാർട്ടി എന്നുള്ള നിലയിലൊരു നിലപാടെടുത്തിട്ടില്ല. CPMമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഡോക്ടർ സരിൻ ബന്ധപ്പെട്ടത്. സരിൻ യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു. തീർച്ചയായിട്ടും അത് പ്രയോജനം ചെയ്യുന്നുള്ള ധാരണയിൽ തന്നെയാണ് CPMഉം LDFും ഇങ്ങനെ ഒരു ധാരണയുണ്ടാക്കിയത്. അത് മോശമായിരുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ പൊതുവെ മനസ്സിലായിട്ടുള്ളത്. സരിൻ്റെ വരവ് ദോഷം ചെയ്തിട്ടില്ല. ഇതെന്തായിരിക്കും പാലക്കാട് സംഭവിച്ചിട്ടുണ്ടാവുക? പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ എപ്പോഴും UDF ജയിക്കുന്നൊരു മണ്ഡലമല്ലേ. അവിടെ ഇപ്രാവശ്യം BJP ജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള വലിയ ട്രെൻഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ BJPയും കോൺഗ്രസും എന്തെങ്കിലും ധാരണകളുണ്ടായിട്ടോ എന്ന് വരെ നമുക്ക് സംശയിക്കാൻ പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമല്ലാതെ LDF എന്തായാലും ഇവിടെ ജയിച്ചു വരുമെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഘാടകർ അതിൻ്റെ പ്രവർത്തകർ അങ്ങനെ വിശ്വാസം ഉണ്ടായിട്ടില്ല. 1000 വോട്ടിൻ്റെ വ്യത്യാസമല്ലേ വന്നിട്ടുള്ളൂ. വലിയ വ്യത്യാസം, ചെറിയ വ്യത്യാസത്തിൽ 1000 ആളുകൾ വോട്ട് ചെയ്യുന്നതാണ്. അതൊരു ചെറിയ വ്യത്യാസമൊന്നുമല്ല. ഗവൺമെൻറ് വിരുദ്ധ മനോഭാവം ഉണ്ടാവുകയും ഈ സ്ഥാനാർത്ഥി മോശമാവുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാവില്ലേ? അതുണ്ടായില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും അതിന് വിലയിരുത്താനൊന്നും പറ്റില്ല. വയനാട്ടിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ചില മണ്ഡലങ്ങൾ, ചില ബൂത്തുകളിലൊക്കെ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുന്നണി. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിലയിരുത്തിയിട്ടില്ല. പൊതുവെ ജനങ്ങൾക്ക് അവിടെ ഒരു മാന്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പോളിങ്ങിൽ വളരെയേറെ ശതമാനം കുറഞ്ഞത്.